नमस्कार। ये वीडियो प्रथम इकाई का तीसरा पार्ट मेरे भारतवासियों से संबंधित है। इसमें मैंने मलयालम में भी व्याख्या प्रस्तुत किया है जो आपको अर्थ समझने में ज़्यादा मदद होगा। इस वीडियो में 1947 के स्वतंत्रता संग्राम के बहुत पुराने चित्र भी है। यदि आपको ये चैनल पसंद आए तो ज़रूर सब्सक्राइब कीजिए और लाइक भी कीजिए। मैं लता ओएस, हिंदी अध्यापिका, गवर्नमेंट बॉयज़ स्कूल पालक्काड। यह चित्र अच्छी तरह देखिए। इस चित्र में कौन कौन उपस्थित है? जवाहरलाल नेहरू है, सरदार वल्लभ भाई पटेल है, माउंटबेटन प्रभु है और बहुत कुछ अंग्रेज़ लोग हैं। तो उसमें एक तरफ हमारा तिरंगा झंडा फहरा रहा है और नीचे लिखा है आज़ादी का हस्ताक्षर। इस चित्र से आप लोगों को क्या मालूम होता है? अनेक വർഷത്തെ പരിശ്രമത്തിൻ്റെ ഫലമായി ഭാരതം 1947 ഓഗസ്റ്റ് 14 മധ്യരാത്രി ഇംഗ്ലീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് മോചിതരായി. ആ ഒരു ചിത്രമാണ് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പാഠം ജവഹർലാൽ നെഹ്റു ഭാരത ജനതയെ സംബോധന ചെയ്യുന്ന ഒരു പ്രസംഗമാണ്. നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റുജിയെ തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹം ഭാരത ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള നെഹ്റുജിയുടെ പ്രസംഗത്തിന്റെ ചെറിയൊരു ഭാഗം നമുക്കൊന്ന് കാണാം. Long years ago, we made a tryst with destiny, and now the time comes when we shall redeem our pledge, not wholly or in full measure, but very substantially. At the stroke of the midnight hour, when the world sleeps, India will awake to life and freedom. A moment comes which comes but rarely in history. दशाब्दों की कोशिशों और लाखों के बलिदानों के परिणाम स्वरूप 1947 को भारत സ്വതന്ത്ര हुआ. അതായത് ദശാബ്ദങ്ങളായി നടന്ന പരിശ്രമത്തിൻ്റെയും ലക്ഷക്കണക്കിന് ആളുകളുടെ രക്തസാക്ഷിയാകുക ബലിദാനത്തിൻ്റെയും പരിണാമഫലമായി 1947 भारत स्वतंत्रमाई. 14 अगस्त की मध्यरात्रि की वेला में पंडित जवाहरलाल नेहरू ने तिरंगा फहराते हुए देश से जो अपील की थी एक देखिए. അപ്പോൾ 14 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയുടെ അവസരത്തിൽ വേളാങ്കണ്ണൽ അവസരത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നമ്മുടെ ത്രിവർണ്ണ പതാക പാറിച്ചുകൊണ്ട് നമ്മുടെ ദേശത്തിന് വേണ്ടി ദേശത്തോട് ഒരു അപേക്ഷ നടത്തി. ആ അപ്പീൽ എന്ന് പറഞ്ഞാൽ അപേക്ഷ നടത്തി. ആ ഒരു അപേക്ഷയാണ് ഈ പ്രസംഗത്തിൽ നമ്മൾ കാണുന്നത്. ഇത് ജവഹർലാൽ നെഹ്റു ഭാരത ജനതയോട് സംബോധന ചെയ്യുന്ന, ആദ്യമായി പ്രധാനമന്ത്രി ആയപ്പോൾ, സ്വാതന്ത്ര്യം നേടിയപ്പോൾ ഭാരത ജനതയെ സംബോധന ചെയ്യുന്ന ഒരു പ്രസംഗമാണ്. कई वर्षों पहले हमने नियति को मिलने का वचन दिया था और अब समय आ गया है कि हम अपने वचन को निभाएं, पूरी तरह ना सही लेकिन बहुत हद तक. आज रात 12 बजे जब सारी दुनिया सो रही होगी, भारत जीवन और स्वतंत्रता की नई सुबह के साथ उठेगा. कई वर्षों पहले, अनेक वर्षങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ നിയതി को मिलने का एक वचन दिया था. നിയതി എന്നാൽ ഭാഗ്യം എന്നാണ് അർത്ഥം. നിയതി നിങ്ങൾക്ക് തരുമെന്ന് ഒരു വചൻ വാക്ക് നൽകിയിരുന്നു. നിങ്ങൾക്ക് ഭാഗ്യം നൽകുമെന്നൊരു വാക്ക് ഞങ്ങൾ നൽകിയിരുന്നു. और अब समय आ गया है कि हम अपने वचन को निभाएं. ഇപ്പോൾ
ആ സമയം വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഞങ്ങളുടെ വാക്ക് പാലിക്കുന്ന സമയം വന്നിരിക്കുന്നു. നമ്മുടെ ഭാഗ്യം എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ നമുക്ക് സ്വാതന്ത്ര്യം നൽകുമെന്ന ഒരു വാക്ക് നമുക്ക് നൽകിയിരുന്നു, ഒരു വാഗ്ദാനം നമുക്ക് നൽകിയിരുന്നു. അത് നിറവേറ്റുന്ന സമയം വന്നിരിക്കുകയാണ്. പൂരി തരക് നാ സഹി ലേക്കിൻ ബഹുത് ഹദ് തക്, അതായത് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമല്ലെങ്കിലും ഒരു വലിയ പരിധി വരെ നമ്മൾ സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞു. ആജ് രാത് 12 ബജെ ജബ് സാരി ദുനിയ സോ രഹി ഹോഗി, അതായത് ഇന്ന് രാത്രി 12 മണിക്ക് ലോകം മുഴുവനും ഉറങ്ങിയിരിക്കുകയായിരിക്കാം. അപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ പുതിയ പ്രഭാതവുമായിട്ടായിരിക്കാം ഭാരത ജീവിതം ഉണരുന്നത്. एक ऐसा क्षण जो इतिहास में बहुत ही कम आता है, അതായത് ഈ ഒരു നിമിഷം എന്ന് പറയുന്നത്, ഇതിഹാസ് എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ വളരെ കുറച്ചേ നമ്മൾ കണ്ടിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതായത് അർദ്ധരാത്രിയിൽ സ്വാതന്ത്ര്യം നേടുകയും രാവിലെ പ്രഭാതമാകുമ്പോൾ സ്വന്തം രാജ്യം സ്വാതന്ത്ര്യം നേടി എന്ന വാർത്തയുമായി ഉണരുക എന്ന് പറയുന്നത് ലോകത്തിൽ ഇതുവരെ നടന്നിട്ടില്ലാത്ത കാര്യമായതുകൊണ്ടാണ് നെഹ്റു അങ്ങനെ പറയുന്നത്. ഈ ഒരു ക്ഷണം എന്ന് പറയുന്നത്, ഈ ഒരു നിമിഷം എന്ന് പറയുന്നത് ചരിത്രത്തിൽ അപൂർവമായിരിക്കും. ജബ് ഹം പുരാനെ കോ ചോട് നയെ കി തരഫ് ജാത്തെ ഹൈ, ജബ് ഏക് യുഗ് കാ അന്ത് ഹോത്താ ഹൈ, നമ്മൾ പഴയതെല്ലാം ഉപേക്ഷിച്ച് എല്ലാം കളഞ്ഞിട്ട് പുതിയതിലേക്ക് പോവുക. പഴയതെന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? പഴയ പാരതന്ത്ര്യത്തിലുള്ള, അടിമത്തത്തിലുള്ള നമ്മുടെ എല്ലാ ജീവിതവും ഉപേക്ഷിച്ചിട്ട് പുതുമയിലേക്ക്, അതായത് സ്വാതന്ത്ര്യത്തിലേക്ക് നീങ്ങുക. ജബ് ഏക് യുഗ് കാ അന്ത് ഹോത്താ ഹൈ, ഒരു യുഗം അവസാനിക്കുമ്പോൾ. ഏത് യുഗമാണ് അവസാനിച്ചത്? അസ്വാതന്ത്ര്യത്തിൻ്റെ, അതായത് അടിമത്തത്തിൻ്റെ ഒരു യുഗം അവസാനിക്കുമ്പോൾ. ജബ് വർഷോം സെ ശോഷിത് എക് ദേശ് കി ആത്മാ അപ്നി ബാത് കഹ് സക്തി ഹൈ, വർഷങ്ങളായി ശോഷിത് എന്നാൽ ചൂഷണം ചെയ്യപ്പെട്ട ഒരു ദേശം, ആ ദേശത്തിൻ്റെ ആത്മാവ് സ്വന്തം കാര്യം പറയാനുള്ള ഒരു അവസരം കിട്ടുമ്പോൾ. അതായത് ഭാരതം അനേക വർഷങ്ങൾ പലതരത്തിലുള്ള ചൂഷണങ്ങളിലും വിദേശീയ ആക്രമണങ്ങളും നേരിടേണ്ടി വന്ന ഒരു ദേശമാണ്. ആ രാജ്യത്തിൻ്റെ, അതായത് ഭാരതദേശത്തിൻ്റെ ആത്മാവ് ഇന്ന് സ്വന്തം കാര്യം പറയാം എന്നുദ്ദേശിക്കുന്നത് സ്വന്തമായി അഭിപ്രായ സ്വാതന്ത്ര്യം നേടി. യഹ് ഏക് സംयोग है कि इस पवित्र मौके पर हम समर्पण के साथ खुद को भारत और जनता की सेवा, എന്നാൽ ഇതൊരു സംയോഗമാണ്, ഒരു മിലൻ, ഒരു കൂടിച്ചേരലാണ്. ഈ പവിത്ര മോക്കെ, ഈ ഒരു പവിത്രമായ അവസരത്തിൽ നമ്മൾ ഖുദ് എന്ന് പറഞ്ഞാൽ നമ്മൾ സമർപ്പണ ഭാവത്തോടുകൂടി, സാക്രിഫൈസോടുകൂടി ഭാരതത്തെയും ഭാരതത്തിലെ ജനങ്ങളെയും സേവിക്കുക. ഭാരത് और भारत की जनता का सेवा करना चाहिए और उससे भी बढ़कर, അതിനെക്കാട്ടിയും അധികമായി സാരി മാനവതാക്കി സേവ, അതായത് എല്ലാ മനുഷ്യത്വത്തെയും സേവിക്കുക, ശുശ്രൂഷിക്കുക. അതിനുവേണ്ടി നമ്മൾ പ്രതിജ്ഞ എടുക്കേണ്ടതാണ്. അതായത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പ്രതിജ്ഞ എടുക്കേണ്ടത്? ഭാരതത്തെ ജനങ്ങളെയും സേവിക്കുക, അതിനേക്കാൾ ഉപരി മനുഷ്യത്വത്തെ സേവിക്കുക, മനുഷ്യനായി ജീവിക്കുക, മനുഷ്യത്വത്തോടുകൂടി എല്ലാ നല്ല ഗുണങ്ങളോടും കൂടി ജീവിക്കുക എന്ന് ഈ ഒരു അവസരത്തിൽ ജവഹർലാൽ നെഹ്റു ഭാരത ജനതയോട് ആഹ്വാനം ചെയ്യുന്നു. इस पाठ के एक इम्पोर्टेंट क्वेश्चन ये है कि जवाहरलाल नेहरू भारतीय जनता से क्या प्रतिज्ञा लेने के लिए उपदेश देते हैं? तो उत्तर है कि हमें समर्पण के साथ भारत और जनता की सेवा और सारी मानवता की सेवा करने के लिए प्रतिज्ञा लेना चाहिए. यही इसका उत्तर है.
इतिहास के आरंभ के साथ ही भारत ने अपनी अंतहीन खोज प्रारंभ की. अंतहीन खोज का मतलब है ഒരിക്കലും അവസാനിക്കാത്ത അന്വേഷണം. അതായത് ചരിത്രത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഭാരതം തൻ്റെ ഒരിക്കലും അവസാനിക്കാത്ത അന്വേഷണം തുടങ്ങി. ഒരിക്കലും അവസാനിക്കാത്ത അന്വേഷണം എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കാം? അന്തഹീൻ ഖോജ് ക്യാ ഹേ? അതായത് ഭാരത ചരിത്രത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരുപാട് വിദേശാക്രമണങ്ങൾ നേരിടേണ്ടി വന്നു. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തെയാണ് ഇവിടെ അന്തഹീൻ ഖോജ് എന്നുദ്ദേശിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഭാരത ജനത പോരാടുകയായിരുന്നു. और न जाने कितनी ही सदियाँ इसकी भव्य सफलताओं और असफलताओं से भरी हुई है. चाहे अच्छा वक्त हो या बुरा, भारत ने कभी इस खोज से अपनी दृष्टि नहीं हटाई और कभी भी अपने उन आदर्शों को नहीं भूला जिसने इसे शक्ति दी. നജാനെ കിത്നി ഹി സദിയാം എന്നാൽ അറിയില്ല എത്രയോ നൂറ്റാണ്ടുകളായി. ഇസ്കി ഭവ്യ സഫലതാവും, ഇതിൻ്റെ ഭവ്യ എന്ന് പറഞ്ഞാൽ മഹത്വമേറിയ, സഫലതാവും എന്ന് പറഞ്ഞാൽ വിജയങ്ങളും, അവർ അസഫലതാവും പരാജയങ്ങളും നിറഞ്ഞതായിരുന്നു. അതായത് നമ്മൾ ഒരിക്കലും അവസാനിക്കാത്ത ഒരു അന്വേഷണം ചരിത്രത്തിൽ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. അതായത് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനും വികാസത്തിനും വേണ്ടിയുള്ള അന്വേഷണം. അതിൽ ഒരുപാട് പരാജയങ്ങളും വിജയങ്ങളും ഉണ്ടായിട്ടുണ്ട്. ചാഹെ അച്ച വക്ത് ഹോ യാ ബുര. വക്ത് എന്നാൽ സമയം എന്നാണ് അർത്ഥം. നല്ല സമയമാവട്ടെ ചീത്ത സമയമാവട്ടെ, അതായത് ജയമാവട്ടെ പരാജയമാവട്ടെ, ഭാരത് കഭി ഇസ് ഖോജ് സെ അപ്നി ദൃഷ്ടി നഹി ഹട്ടായി. ഭാരതം തൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിൽ നിന്ന് അപ്നി ദൃഷ്ടി നഹി ഹട്ടായി മാനെ സ്വന്തം കാഴ്ച മാറ്റുക എന്നാണ്. അതായത് കാഴ്ചപ്പാട് മാറ്റിയില്ല, തൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറിയില്ല എന്നതാണ് ഈ ദൃഷ്ടി നഹി ഹട്ടാന എന്നുള്ള വേർഡിൻ്റെ അർത്ഥം. और कभी भी अपने इन आदर्शों को नहीं भूला जिसने इसे शक्ति दी. അതായത് നമ്മൾ ഭാരതത്തിലെ ഉയർന്ന ആദർശങ്ങളെ ഒരിക്കലും മറന്നില്ല. അത് കാരണം ആ ആദർശങ്ങളാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിൽ ശക്തി പകർന്നത്. भारत का एक ऊंचा आदर्श है, वे गुलामी को मृत्यु के समान मानते थे. ഭാരതീയ സ്വാഭിമാൻ ഹെ. അതായത് ഗുലാമി, അടിമത്തത്തെ മരണതുല്യം കാണുന്നവരാണ് ഭാരതീയർ. അത് ഭാരതത്തിലെ ഒരു ഉയർന്ന ആദർശമാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ വരെ നഷ്ടപ്പെടുത്തി ഉയർന്ന ആദർശങ്ങളുള്ള ദേശസ്നേഹികൾ ഉള്ളതുകൊണ്ടാണ് ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടാൻ സാധിച്ചത്. आज हम दुर्भाग्य के एक युग का अंत कर रहे हैं. അതായത് ഇന്ന് നമ്മൾ ആ ദുർഭാഗ്യം എന്ന് പറഞ്ഞാൽ ഭാഗ്യം കെട്ട ആ യുഗത്തെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ സ്വാതന്ത്ര്യം നേടിയിരിക്കുകയാണ്. ദുർഭാഗ്യക യുഗ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അടിമത്തത്തിൻ്റെ, ഇംഗ്ലീഷുകാരുടെ അടിമത്തത്തിൻ്റെ ആ യുഗത്തെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. और भारत पुनः खुद को खोज पा रहा है. അതായത് ഭാരതം പുനഃ എന്നാൽ വീണ്ടും, ഖുദ് എന്ന് പറഞ്ഞാൽ അപ്നേക്കോ സ്വയം അന്വേഷിക്കുകയാണ്. ഭാരതം വീണ്ടും സ്വയം അന്വേഷിക്കുകയാണ്. ഭാരതം തൻ്റെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും വീണ്ടെടുക്കുവാൻ ശ്രമിക്കുന്നു. आज हम जिस उपलब्धि का उत्सव मना रहे हैं वह महज एक कदम है नए अवसरों के खुलने का. ഇന്ന് നമ്മൾ ഉപലബ്ധി എന്ന് പറഞ്ഞാൽ നേട്ടം, അച്ചീവ്മെൻറ്റ്. ഈ അച്ചീവ്മെൻറ്റ് എന്താണ്? നമ്മുടെ സ്വാതന്ത്ര്യമാണല്ലോ. ആ സ്വാതന്ത്ര്യത്തിൻ്റെ നമ്മൾ ആഘോഷിക്കുകയാണ്. ഉത്സവ് മനാ രഹേ ഹേ എന്ന് പറഞ്ഞാൽ ആഘോഷിക്കുക. വഹ് മെഹസ് എക് കദം ഹെ. മെഹസ് എന്ന് പറഞ്ഞാൽ ഒൺലി, അത് ഒരു കദം പറഞ്ഞാൽ സ്റ്റെപ്പ് മാത്രമാണ്.
നയെ അവസരവും ഖുൽനേക്ക, പുതിയ അവസരങ്ങൾ, അതായത് പുതിയ ഓപ്പർച്യൂണിറ്റീസ് തുറക്കാനുള്ള ഒരു സ്റ്റെപ്പ് മാത്രമാണ് ഇന്ന് നമ്മൾ നേടിയ ഈ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. इससे भी बड़ी विजय और उपलब्धियां हमारी പ്രതീക്ഷ कर रही है. ഇതിനെക്കാട്ടിയും വളരെ വലിയ വിജയങ്ങളും ഉപലബ്ധിയാം, നേട്ടങ്ങളും അച്ചീവ്മെൻറ്റും നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇതൊരു ചെറിയ ഒരു സ്റ്റെപ്പ് മാത്രമാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇനി വലിയ വലിയ വിജയങ്ങളും വലിയ നേട്ടങ്ങളും ഭാരതത്തെ കാത്തിരിക്കുകയാണ് എന്നാണ് ഈ പ്രസംഗത്തിലൂടെ നെഹ്റു നമുക്ക് പറഞ്ഞു തരുന്നത്. क्या हम में इतनी शक्ति और बुद्धिमत्ता है कि हम इस अवसर को समझें और भविष्य की चुनौतियों को स्वीकार करें. ബുദ്ധിമത്ത എന്നാൽ ഇൻ്റലിജൻസ്, ബുദ്ധി, അവസർ, ഓപ്പർച്യൂണിറ്റീസ്, ചുനോത്തിയാം എന്നാൽ വെല്ലുവിളികൾ, അതായത് ചാലഞ്ചസ്. ഈ ഒരു സെൻറ്റൻസിൽ നെഹ്റു തൻ്റെ ആശങ്ക പ്രകടിപ്പിക്കുകയാണ്. നമ്മൾക്ക് ഈ അവസരങ്ങളെ, ഓപ്പർച്യൂണിറ്റീസിനെ മനസ്സിലാക്കാനും ഭാവിയിലെ വെല്ലുവിളികളെ സ്വീകരിക്കാനുമുള്ള ബുദ്ധിയും പവർ, ശക്തിയും കഴിവും നമുക്കുണ്ടോ? അതായത് ഭാവിയിൽ സ്വാതന്ത്ര്യം നേടി ഇനി ഭാവിയിൽ ഒരുപാട് വെല്ലുവിളികളെ നമുക്ക് അതിന് നേരിടേണ്ടി വരും. വിദേശ ആക്രമണങ്ങളായിരുന്നാലും പിന്നെ ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. भविष्य में हमें विश्राम करना या चैन से नहीं बैठना है, बल्कि निरंतर प्रयास करना है, ताकि हम जो वचन बार बार दोहराते रहे हैं और जिसे हम आज भी दोहराएंगे उसे पूरा कर सके. അതായത് ഭാവിയിൽ, ഭവിഷ്യത്തിൽ നമുക്ക് വിശ്രമിക്കാനോ, ചൈൻ സെ നഹി ബൈഠന ഹെ, ചൈൻ എന്ന് പറഞ്ഞാൽ പീസ്, സമാധാനത്തോടെ അല്ലെങ്കിൽ സ്വസ്ഥതയോടുകൂടി നമുക്ക് ഇരിക്കാൻ സാധിക്കില്ല. പകരം ബൽക്കി, പകരം നിരന്തരമായി നമ്മൾ പ്രയത്നിച്ചേ മതിയാവും. ഭാരതത്തിൻ്റെ വികാസത്തിന്, ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മൾ പുതിയ ഓപ്പർച്യൂണിറ്റീസ്, നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുമൊക്കെ നമ്മൾ നിരന്തരമായിട്ട് പ്രയത്നിച്ച് കഠിനാധ്വാനം ചെയ്താൽ മതിയാകൂ എന്നാണ് നെഹ്റു ഉദ്ദേശിക്കുന്നത്. എന്തെന്നാൽ ആ ഒരു വാക്ക് നമ്മൾ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു, ഇന്നും നാളെയും നമ്മൾ ആവർത്തിക്കും. അത് പൂർത്തീകരിക്കണമെങ്കിൽ നമ്മൾ നിരന്തരമായി പ്രയത്നിച്ചേ മതിയാവൂ. ദൊഹരാന എന്നാൽ ആവർത്തിക്കുക. ഏത് വാക്കാണ് നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? ഭാരതത്തിൻ്റെ ഉന്നതി, ഉയർച്ച. ഭാരതത്തിൻ്റെ ഉയർച്ച എന്ന് പറയുന്ന ആ ഒരു വാക്ക് നമുക്ക് പാലിക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നിരന്തരമായി പ്രയത്നിച്ചുകൊണ്ട് ഭാരതത്തിന് വേണ്ടി, ഭാരതത്തിൻ്റെ വികസനത്തിന് വേണ്ടി നിരന്തരം പ്രയത്നിച്ചു കൊണ്ടേയിരിക്കണം. नेहरू जी ने भारतवासियों को भारत की सेवा करने के लिए प्रतिज्ञा करने का आह्वान दिया था. इस पाठभाग में भारत की सेवा हम कैसे करेंगे इसके बारे में है. भारत की सेवा का अर्थ है लाखों करोड़ों पीड़ित लोगों की सेवा करना. इसका मतलब है गरीबी और अज्ञानता को मिटाना, बीमारियों और अवसर की असमानता को मिटाना. ഭാരതത്തെ സേവനം ചെയ്യുക എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് പീഡിതരായ ജനങ്ങളെ സേവനം ചെയ്യുക എന്നതാണ്. ഭാരത ചരിത്രം പഠിക്കുകയാണെങ്കിൽ നിരവധി പീഡനങ്ങൾക്ക് ഇരകളാണ് നമ്മുടെ ഭാരത ജനത. ഇസ്കാ മത്ലബ് എന്ന് പറഞ്ഞാൽ അർത്ഥം, ഗരീബി, പോവർട്ടി, ദാരിദ്ര്യം, അജ്ഞാനത, അറിവില്ലായ്മ, ഇലിട്രസി, ബീമാരിയും എന്നാൽ രോഗങ്ങൾ, അവസർ കി അസമാനത, അവസരങ്ങളുടെ അസമത്വം അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഓഫ് ഇനക്വാളിറ്റി. സേവനം എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്?
ഭാരതത്തിലെ ദാരിദ്ര്യത്തെ അകറ്റുക, മിട്ടാന അകറ്റുക, അറിവില്ലായ്മയും അകറ്റുക എന്നതാണ്. അതുമാത്രമല്ല, രോഗങ്ങളെ അകറ്റുക, അവസര അസമത്വം മാറ്റുക, ഇതൊക്കെയാണ് ഭാരതത്തിലെ സേവനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ് ശരിയായിട്ടുള്ള ദേശസേവനം എന്നത് തൻ്റെ പ്രസംഗത്തിലൂടെ വ്യക്തമാക്കുകയാണ് നെഹ്റുജി. നമുക്ക് ഭാരതത്തെ സേവനം ചെയ്യണമെങ്കിൽ നമ്മുടെ നാട്ടിലെ ദാരിദ്ര്യത്തെ അകറ്റുക, ദരിദ്രരെ സഹായിക്കുക, അവരെ സേവിക്കുക, അറിവില്ലായ്മ അകറ്റി അറിവും വിദ്യാഭ്യാസവും നൽകുക, രോഗങ്ങളെ അകറ്റാൻ ശ്രമിക്കുകയും രോഗികളെ ശുശ്രൂഷിക്കുകയും സഹായിക്കുകയും ചെയ്യുക, എല്ലാവർക്കും ഒരുപോലെ അവസരങ്ങൾ കിട്ടുവാനായി പ്രയത്നിക്കുക, അവസരങ്ങളുടെ അസമത്വം മാറ്റുക, ഇക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെയാണ് ഭാരതത്തെ സേവനം ചെയ്യുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സ്വാർത്ഥ ലാഭത്തിനായി ഭാരതത്തെ സേവനം ചെയ്യുന്ന കുറേ പേരുള്ള ഈ ആധുനിക കാലഘട്ടത്ത് ഈ വാക്കുകൾ അങ്ങേയറ്റം പ്രാധാന്യമർഹിക്കുന്നതാണ്. हमारी पीढ़ी के सबसे महान व्यक्ति की यही महत्वाकांक्षा रही है कि हर एक आँख से आंसू मिट जाए. പീഠി എന്നാൽ ജനറേഷൻ, തലമുറ എന്നാണ്. മഹത്വാകാംക്ഷ എന്നാൽ ബഡി അഭിലാഷ, വലിയ ആഗ്രഹം. നമ്മുടെ തലമുറയിലെ ഏറ്റവും മഹാനായ വ്യക്തി ആരാണ്? സംശയമില്ല, നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എല്ലാ കണ്ണുകളിൽ നിന്നും കണ്ണുനീരകറ്റുക. അതായത് ഭാരത ജനതയുടെ എല്ലാവരുടെയും കണ്ണുനീരകറ്റുക, എല്ലാവരുടെയും പ്രയാസങ്ങളെ അകറ്റുക, എല്ലാവർക്കും സന്തോഷത്തോടും സമാധാനത്തോടും ഭാരതത്തിൽ ജീവിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത്. शायद ये हमारे लिए संभव ना हो, पर जब तक लोगों की आँखों में आंसू है और वे पीड़ित है, तब तक हमारा काम ഖത്തം നഹി ഹോഗ. ഷായത്, ഒരു പക്ഷേ നമ്മൾക്ക് ഇത് സാധ്യമല്ലായിരിക്കാം. സംഭവം എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ലെങ്കിൽ സാധ്യത അല്ലായിരിക്കാം. എന്ത് സാധ്യമല്ലായിരിക്കാം? എല്ലാവരുടെയും കണ്ണുനീരകറ്റുക, എല്ലാവരുടെയും ദുഃഖങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ള കാര്യം ഒരുപക്ഷെ നമുക്ക് സാധ്യമല്ലായിരിക്കാം. എന്നിരുന്നാലും എപ്പോഴൊക്കെയാണോ അവരുടെ കണ്ണുകളിൽ കണ്ണുനീരുള്ളത്, എത്രത്തോളമാണോ അവർ പീഡിതരാണ്, അപ്പോഴൊക്കെ ഒരിക്കലും നമ്മളുടെ ജോലി അവസാനിക്കില്ല. നമ്മുടെ സേവനം മനുഷ്യദേശത്തെ സേവിക്കുക, പീഡിതരായവരെയും ദുഃഖിതരായവരെയും സഹായിക്കുക, ശുശ്രൂഷിക്കുക എന്നുള്ള സേവനം ഒരിക്കലും അവസാനിക്കില്ല. और इसलिए हमें परिश्रम करना होगा ताकि हम अपने सपनों को साकार कर सके. ആയതിനാൽ നമ്മുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുന്നതിനായി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. यहाँ नेहरू जी किस सपने के बारे में कहते हैं? हर एक आदमी के दुख एवं पीड़ा को दूर करना, यही हमारा सपना है. इसे साकार बनाने के लिए हमें कोशिश करना चाहिए. എല്ലാ മനുഷ്യരുടെയും ദുഃഖങ്ങളെയും പീഡനങ്ങളെയും അവസാനിപ്പിക്കുക എന്നതാണ് നമ്മുടെ സ്വപ്നം. ആ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കണമെങ്കിൽ, നടപ്പിലാക്കണമെങ്കിൽ നമ്മൾ നന്നായി പ്രയത്നിക്കേണ്ടതുണ്ട്. നെഹ്റുജിയുടെ അഗാധമായ ദേശസ്നേഹമാണ് ഈ വരികളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. വേ സപ്നെ ഭാരത് കെ ലിയെ ഹെ പർ സാത്ത് ഹി പൂരെ വിശ്വ കെ ലിയെ ഭി ഹെ. അതായത് കണ്ണുനീരും കഷ്ടപ്പാടും അകറ്റുക എന്ന സ്വപ്നം ഭാരതത്തിന് വേണ്ടി മാത്രമല്ല, പിന്നെയോ ലോകത്തിന് മുഴുവനും വേണ്ടിയിട്ടുള്ളതാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന ആശയമാണ് ഈ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത്.
ലോകത്തിലെ എല്ലാവരുടെയും കണ്ണുനീര് തുടയ്ക്കുക, എല്ലാവർക്കും സന്തോഷം പകർന്നു നൽകുക എന്ന സന്ദേശമാണ് ഈ പ്രസംഗത്തിലൂടെ നെഹ്റുജി പങ്കുവയ്ക്കുന്നത്. आज कोई खुद को बिल्कुल अलग नहीं सोच सकता क्योंकि सभी राष्ट्र और लोग एक दूसरे से बड़ी समीपता से जुड़े हुए हैं. ഇന്ന് ആരും തന്നെ സ്വയം ഒട്ടും വേറിട്ട് ചിന്തിക്കുന്നുമില്ല, വേറിട്ട് നിൽക്കുന്നുമില്ല. കാരണം എല്ലാ രാജ്യങ്ങളും പരസ്പരം വളരെയധികം സാമീപ്യത്തോടു കൂടി അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യമേഖല, വിദ്യാഭ്യാസം, വ്യവസായം, ടൂറിസം മുതലായ പല കാര്യങ്ങളിലും ഓരോ രാജ്യങ്ങളും പരസ്പരം ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു. शांति को अविभाज्य कहा गया है. इसी तरह से स्वतंत्रता भी अविभाज्य है, समृद्धि भी और विनाश भी. ശാന്തി എന്നതിൻ്റെ മീനിങ് സമാധാനം, പീസ്. അവിഭാജ്യ എന്നാൽ ഇൻഡിവൈസിബിൾ, വിഭജിക്കാൻ പറ്റാത്തത്. സമൃദ്ധി എന്നാൽ പ്രോസ്പെറിറ്റി എന്നാണ് അർത്ഥം. ഒരു രാജ്യത്തിൻ്റെ സമാധാനമാകട്ടെ, സ്വാതന്ത്ര്യമാകട്ടെ, സമൃദ്ധിയോ വിനാശമോ ആകട്ടെ, ഒന്നും നമ്മളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നില്ല. ഓരോ രാഷ്ട്രത്തെയും ബാധിക്കുന്ന കാര്യങ്ങൾ നമ്മളിൽ അലയടിക്കുന്നു. എല്ലാവരിലേക്കും അത് പടരുകയും ചെയ്യുന്നു. കാരണം ഇന്ന് ലോകം മുഴുവനും ഒരു തറവാട് എന്നതുപോലെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ലോകത്തിലെ സമാധാനമാകട്ടെ, സ്വാതന്ത്ര്യമാകട്ടെ, സമൃദ്ധിയാകട്ടെ, നാശനഷ്ടങ്ങളാകട്ടെ, ഒന്നിലും ഒരു ദേശത്തെയും അകറ്റി നിർത്താതെ പരസ്പരം സഹായിക്കുകയും സാഹോദര്യത്തോടു കൂടി ജീവിക്കണം എന്നാണ് നെഹ്റുജി ഈ വാക്കുകളിലൂടെ ഉദ്ദേശിക്കുന്നത്. अब इस दुनिया को छोटे छोटे हिस्सों में नहीं बांटा जा सकता. അതായത് ലോകത്തിലെ എല്ലാ ജനങ്ങളും ഒരു കുടക്കീഴിൽ എന്നതുപോലെ പരസ്പരം ആശ്രയിക്കുമ്പോൾ ഈ ലോകത്തെ ചെറിയ ചെറിയ ഭാഗങ്ങളായി ഇനി വിഭജിക്കാൻ കഴിയില്ല. हमें स्वतंत्र भारत का महान निर्माण करना है जहाँ उसके सारे बच्चे रह सके. എല്ലാ കുഞ്ഞുങ്ങളും സന്തോഷത്തോടും സമാധാനത്തോടും സുരക്ഷിതത്തോടും കൂടി ജീവിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇനി സ്വതന്ത്ര ഭാരതത്തിൻ്റെ മഹത്വമേറിയ നിർമ്മാണം ചെയ്യേണ്ടതുണ്ട്. അതായത് വരും തലമുറയ്ക്ക് വേണ്ടി നല്ലൊരു സ്വാതന്ത്ര്യ ഭാരതം നിർമ്മിക്കുക എന്നത് ഓരോ ഇന്ത്യൻ പൗരൻ്റെയും ഉത്തരവാദിത്തമാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ വീഡിയോയിൽ ദാരിദ്ര്യത്തെയും മറ്റും സംബന്ധിക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ ആധുനിക കാലഘട്ടത്തിലെ ഭാരതത്തിലെ ജനങ്ങളുടെ ചിത്രങ്ങളാണ്. ഭാരതം നിരവധി വികസനം നേടിയെങ്കിലും ദാരിദ്ര്യവും രോഗങ്ങളും അവസര അസമത്വങ്ങളും പൂർണ്ണമായും തുടച്ചു നീക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ല. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 74 വർഷം പിന്നിടുമ്പോൾ നാം നെഹ്റുജിയുടെ പ്രസംഗത്തിലെ ശരിയായ ഭാരത സേവനം എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ജയ് ഹിന്ദ്.